5 വർഷത്തെ പ്രണയവും ജീവിതവും വഴി പിരിയുന്നു എന്നറിഞ്ഞപ്പോൾ തോന്നിയ പക. 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ ഒപ്പം ഉണ്ടായവൾ ഇനിയില്ലെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ആകാതെ പോയ സാഹചര്യം. ഒപ്പം കാമുകിയായ മലയാളി യുവതി വേർപിരിയൽ ആഘോഷിക്കും എന്ന് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അതിനവളെ അനുവദിക്കാൻ പാടില്ലെന്ന ചിന്ത. 2 വർഷം മുൻപ് ലണ്ടനെ നടുക്കിയ റെസ്റ്റോറന്റ് കത്തിക്കുത്തിൽ പ്രതിയായ ഹൈദരാബാദ് സ്വദേശിയായ യുവാവ് പോലീസ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആണെന്ന് കോടതിയിൽ വെളിപ്പെട്ട വിശേഷമാണ് ഇപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇരയായ മലയാളി യുവതിയുടെ പേരും ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. യുവാവിന് 16 വർഷത്തെ നീണ്ട തടവ് കിട്ടിയതാണ് വാർത്തയ്ക്ക് ഇന്ത്യയിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കാൻ കാരണം. യുവതിക്ക് ജീവഹാനി സംഭവിച്ചില്ലെങ്കിലും പ്രതി കോടതിയുടെ കരുണ അർഹിക്കുന്നില്ലെന്നും വിധിപ്രസ്താവം നടത്തിയ ജഡ്ജ് വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ നിന്നും ഹൈദരാബാദിന് അടുത്ത് പഠിക്കാൻ എത്തിയപ്പോഴാണ് യുവതി ശ്രീറാം അംബർലയുമായി അടുപ്പത്തിലാവുന്നത്. തുടർന്ന് UK പഠിക്കാൻ പോകാനുള്ള തീരുമാനവും ഒന്നിച്ചായിരുന്നു. UK ഒന്നിച്ച് ഒരേ യൂണിവേഴ്സിറ്റിയിൽ പഠനവും താമസവും. ഇതിനിടയിൽ കോഴ്സ് പൂർത്തിയായതോടെയാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. തുടർന്ന് യുവാവുമായി ഒന്നിച്ചു പോകാൻ പ്രയാസമാണെന്ന് യുവതി നേരിട്ട് അറിയിച്ചു. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ വേർപിരിയൽ ആഘോഷിക്കാൻ പോവുകയാണ് എന്ന് യുവതി തീർത്ത് പറഞ്ഞു. ഇത് ശ്രീറാമിനെ അകാരണമായി പ്രകോപിതനാക്കി എന്നാണ് വിചാരണ വേളയിൽ പുറത്തുവന്ന വിവരം. തന്നെ ഉപേക്ഷിച്ചിട്ട് യുവതി ആഘോഷ ജീവിതം ആസ്വദിക്കേണ്ട എന്ന തീരുമാനത്തിൽ എത്തിയതോടെയാണ് വകവരുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. നേരം പോക്കിന് വേണ്ടിയല്ല വിവാഹം ലക്ഷ്യം വച്ചാണ് താൻ പ്രണയിക്കാൻ തയ്യാറായത് എന്നും ശ്രീറാം വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ യുവതി വഴിമാറുക ആണെന്ന് വ്യക്തമായതോടെ യുവതി പിണങ്ങിപ്പോയി താമസിക്കുന്നിടത്ത് വരെ എത്തി ശ്രീറാം ബഹളം വച്ചെന്നും ജനലുകൾ തകർത്തെന്നും തുടർന്ന് അവിടെ താമസക്കാരനായിരുന്ന യുവാവ് ശ്രീറാമിനെ ആക്രമിച്ചെന്നും ഇന്ത്യ ടുഡേ, ദി ഹിന്ദു തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ കഴുത്തിൽ ആഴത്തിൽ 10 ഇഞ്ച് താഴ്ചയിൽ ഏറ്റതടക്കം നെഞ്ചിലും വയറിലും പുറത്തുമൊക്കെയായി 9 തവണയാണ് ശ്രീറാം യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ചത്. ഇത്രയും ഗുരുതരമായ പരിക്കിൽ നിന്നും യുവതി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്ന് കോടതി വിധിയിൽ വ്യക്തമാവുകയും ചെയ്തിരുന്നു. അതിനാൽ ശ്രീറാം ദയയുടെ ഒരാനുകൂല്യവും അർഹിക്കുന്നില്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. 1 മാസത്തെ ആശുപത്രി വാസത്തിനു ശേഷമാണ് 6 ശസ്ത്രക്രിയ വഴി ജീവിതത്തിലേക്ക് യുവതി മടങ്ങിയെത്തിയത്. യുവതിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശവുമായി യുവാവ് നടത്തിയ ഇന്റർനെറ്റ് തിരച്ചിലും കോടതി ശക്തമായ തെളിവുകളാക്കി കണക്കാക്കി. ഒരാളെ എങ്ങനെ നിസ്സാരമായി കൊല്ലാം? കത്തിക്കുത്തിൽ ഏറ്റവും വേഗത്തിൽ കൊല്ലുന്നത് എങ്ങനെ? കൊലയ്ക്ക് ശേഷം ബ്രിട്ടനിലെ നിയമ നടപടി എന്ത്? തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളാണ് ശ്രീറാം ഇന്റർനെറ്റിൽ തിരഞ്ഞത്. കൊലയ്ക്ക് ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കാതെ പോലീസിന് കീഴടങ്ങിയതും ഇത്തരം ഇന്റർനെറ്റ് തിരച്ചിലിന്റെ ഭാഗമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നതും. പക്ഷേ യുവതിക്കേറ്റ മാരകമായ പരിക്കുകൾ യുവാവിനുള്ള ശിക്ഷ ഉയർത്തുകയായിരുന്നു. കൊലപാതകത്തിന്റെ ആസൂത്രണത്തിലേക്കാണ് ഇയാളുടെ ഇന്റർനെറ്റ് തിരച്ചിൽ അന്വേഷക സംഘത്തെ എത്തിച്ചത്. പെട്ടെന്നുള്ള പ്രകോപനമല്ല ആക്രമണ കാരണം എന്ന് കോടതിയിൽ സ്ഥാപിക്കാനും ഇതുവഴി പ്രോസിക്യൂഷന് സാധിച്ചു. വിവാഹം കഴിക്കാൻ സാധിക്കാത്തതിന് കൊല്ലാൻ തുടങ്ങിയാൽ എന്താണ് സ്ഥിതി എന്നാണ് കേസിനെ തുടർന്ന് കോടതിയിലുണ്ടായ പൊതുവികാരം.